ആനക്കൂട്. ആനക്കൂടിൻ്റെ നാടാണ് കോന്നി. ജെയിൻറ്റ് വുഡൻ എലിഫന്റ് കേജസ്. പത്തനംതിട്ടയിലെ അടവിയിൽ നിന്നും പിന്നീട് ഞങ്ങൾ പോയത് പത്തനംതിട്ടയിൽ തന്നെ ഉള്ള കോന്നി എലിഫന്റ് ഷെൽട്ടറിലേക്കാണ്. കോന്നിയുടെ ചരിത്രം തന്നെ ആനപിടുത്തവുമായി ബന്ധപ്പെട്ടതാണ്. പിടിച്ചുകൊണ്ടിരുന്ന ആനകളെ പരിശീലിപ്പിക്കാനാണ് ആനക്കൂടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കമ്പകം എന്നു പേരുള്ള ഒരു മരത്തിൻ്റെ തടി കൊണ്ടാണ് ആനക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് കോന്നി എലിഫന്റ് ഷെൽട്ടറിൽ പോയാൽ ഒരു കമ്പകം കൊണ്ടുള്ള ആനക്കൂട് കാണാൻ കഴിയും. അതിന് പുറമെ 6 ആനകളെ പരിശീലിപ്പിക്കാനുള്ള സൗകര്യവും കോന്നിയിൽ ഇപ്പോൾ ഉണ്ട്. ആനകളുടെ ഒരു മ്യൂസിയം തന്നെയാണ് ഇപ്പോൾ കോന്നി എലിഫന്റ് ഷെൽട്ടർ. ആനകളെ എങ്ങനെയാണ് പിടിച്ചുകൊണ്ട് വന്നിരുന്നത്, അവരെ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ പലതരത്തിലുള്ള ഇൻഫർമേഷൻസാണ് നമുക്ക് കോന്നി എലിഫന്റ് ഷെൽട്ടറിൽ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയുക. പോയി നോക്കാം, നോക്ക്. അതാ അവിടെ ചോദിച്ചു നോക്കാം.
ഇവിടെ ഫുൾ അയ്യപ്പ പാട്ടുകളാണല്ലോ. അത് ആനകളെ സംരക്ഷിക്കുകയല്ലേ. ഈവ മലയാറ്റൂർ ഡിവിഷൻ കോടഞ്ചേരി. മലയാറ്റൂർ ഡിവിഷനിൽ കോടക്കാട് 92 ലഭിച്ചു. അപ്പൊ ഇന്നിപ്പോ എത്ര 30 കുട്ടിയാകുമ്പോ കിട്ടണതായിരിക്കേ. നല്ല കുത്ത് തരും. കുത്ത് വേണോ? പപ്പു നോക്ക്. ഞങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിങ്ങനെ മോഡലുകളല്ലേടാ. ആന കടിക്കോ? ആന എന്താ വെച്ചാ കുത്ത? ആന എന്ത് വെച്ചാ കുത്ത അറിയില്ല. കൊമ്പ്. എല്ലായിടത്തും ആനയാണ്. ആനക്കഥകള്. ആൾക്കൂട്ടത്തിൽ ആനയ്ക്കൊപ്പം. ഗണപതി ഭഗവാനേ പാട്ടോട് പോകുന്നു. വാനിഷിംഗ് എലിഫൻസ്, വാനിഷിംഗ് ജെയിൻസ്. ഐരാവത് പറഞ്ഞ വൈറ്റ് ആന. ഇല്ലടാ അണ്ണാ. കാട്. ഏട്ടൊന്ന് മാറി. മതിട്ടോ, അത്ര പവർ മതി ഏട്ടാ. മതി. വായോ.